ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. TBFന്റെ മറ്റൊരു മീറ്റിങ്ങിലേക്ക് നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ഈ വൈകുന്നേരം സമയം കർത്താവ് അനുവദിച്ചതോർത്ത് ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വിവിധ സഭകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ, കർത്തൃദാസിമാരെല്ലാവരെയും സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് നാം അറിയുന്നത് പോലെ ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് പങ്കിട്ട് തരുവാൻ കടന്നു വന്നിരിക്കുന്ന സുവിശേഷകൻ ജയരാജ്, നാം അറിയുന്നത് പോലെ ഉത്തർപ്രദേശിൽ മധുര എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിൽ തന്നെ ആയിരിക്കുന്നു. കേരളത്തിൽ പാറശാല ബ്രദറൻ സഭയിലെ അംഗം കൂടെയാണ്. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്നത് തന്നെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ ജോൺസി സഹോദരൻ, നവീൻ സഹോദരൻ തുടങ്ങിയവരെയും ഈ മീറ്റിങ്ങിലേക്ക് വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം ആരംഭിക്കാം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി പ്രിയ മാമൻ കുര്യൻ അങ്കിളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകുന്നേര സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളായ ഞങ്ങൾക്ക് കർത്താവെ ഇങ്ങനെ കൂടുവാൻ ഇന്നൊരാഴ്ചയും കൂടി തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലത്തെ സമയം ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ഒരുവനായ ദൈവമേ അങ്ങേ ആരാധിപ്പാൻ തക്കണം, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഞങ്ങളോട് കരുണ കാണിച്ചു. വൈകുന്നേര സമയം കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ഇരിക്കുകയാണല്ലോ നാഥ. ദൈവമേ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ ദാസൻ ജയരാജ് സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വമേറിയ വേലയ്ക്കായിട്ട് കർത്താവെ അങ്ങയുടെ ദാസനെ തക്ക നേരത്ത് തിരഞ്ഞെടുത്ത് UP-യിൽ കർത്താവെ ഞങ്ങളുടെ വേല ചെയ്യുവാൻ തക്കണം കുടുംബമായിട്ട് പ്രിയപ്പെട്ടവരെ അവിടെ ആക്കിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇത്രയും പേർക്ക് ഇന്ന് കടന്നു വരുവാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കടന്നു വന്നത് നന്നായി എന്ന് പറയുവാൻ തക്കണം ദൈവമയുടെ വരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ ഇടയിൽ കർത്താവെ ഇന്ന് ശക്തിയായിട്ട് എടുത്ത് ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ആളിന് ചുറ്റിലും ദൈവത്തിൻ്റെ കാവലും പരിപാലനം ആക്കി വെക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാട്ട് പാടുന്ന സഹോദരന്മാർ കർത്താവെ ദൈവവിറയിൽ കർത്താവെ അത് പാടുവാൻ തക്കണം, മറ്റുള്ള ഹൃദയങ്ങളിൽ അത് പ്രവർത്തിക്കുവാൻ തക്കണം ദൈവമയുടെ വരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ. ഇന്ന് പകലിൽ നാം വിവിധ ഇടങ്ങളിൽ ഒന്നിച്ചു കൂടി ക്രൂശിതനായ നമ്മുടെ കർത്താവിനെ ഓർക്കുവാൻ, അവനെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഒരു കാലത്ത് ക്രൂശ് ഏറ്റവും ശാപകരമായ ഒരു കാര്യമായിരുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അതിലൂടെ കടന്നു പോയപ്പോൾ അതൊരു അനുഗ്രഹവും അഭിമാനകരമായ കാര്യമായിട്ടിന്ന് വിരാജിക്കുകയാണ്. കേവലം ആ ഭൗതിക വസ്തുവല്ല, ക്രൂശിൻ്റെ വഴി എന്ന് പറയുമ്പോൾ കഷ്ടതയുടെ വഴിയാണ്. കർത്താവ് കടന്നുപോയ ആ നാൾ വഴികൾ ഇന്ന് നാം ഓർത്തു എന്ന് മാത്രമല്ല, ഏതൊരു ക്രിസ്തു ഭക്തനും ആ പാത പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. ദൈവം അനുവദിക്കുന്ന എല്ലാ കഷ്ടതയിലൂടെയും കടന്നുപോയി കർത്താവിനെ പിൻഗമിക്കുന്നവരാണ് ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ ആശയം വരുന്നൊരു ഗാനം നമുക്ക് ആദ്യമായിട്ട് പാടിക്കേൾക്കാം. ക്രൂശിതനാമൻ യേശു എനിക്കായി അനുവദിച്ച എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം കർത്താവിൻ്റെ ദാസൻ ജോൺസി ദാസ് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ക്രൂശിതനാമൻ യേശു എനിക്കായി അനുവദിച്ച ക്രൂശെ വഹിക്കുന്നു ഞാൻ. എനിക്കെൻ്റെ യേശു മതി, യേശുവിൻ പാദമതി. ക്രൂശിതനാമൻ യേശു എനിക്കായി അനുവദിച്ച ക്രൂശെ വഹിക്കുന്നു ഞാൻ. എനിക്കെൻ്റെ
മതി, എൻ യേശുവിൻ പാദമതി. നാൾതോറുമെൻ ക്രൂശു വഹിച്ചു ഞാൻ പോകും, നാഥന്റെ കാൽപ്പാടുകളിൽ ഞാൻ നടക്കും. നാൾതോറുമെൻ ക്രൂശു വഹിച്ചു ഞാൻ പോകും, നാഥന്റെ കാൽപ്പാടുകളിൽ ഞാൻ നടക്കും. ലോകസുഖം വേണ്ട, ഈ മായാലോകം വേണ്ട, ലോകം തരും സ്ഥാനം വേണ്ട, യേശുവിൻ പാദമതി. ലോകസുഖം വേണ്ട, ഈ മായാലോകം വേണ്ട, ലോകം തരും സ്ഥാനം വേണ്ട, നാഥന്റെ പാദമതി. പരുപരുത്ത പാറപ്പുറങ്ങളിലൂടെ കൂരിരുൾ മൂടിയ താഴ്വരകളിലും, പരുപരുത്ത പാറപ്പുറങ്ങളിലൂടെ കൂരിരുൾ മൂടിയ താഴ്വരകളിലും പോകും ഞാൻ ഗുരുവിൻ പിമ്പേ, മതിയെന്നു ചൊല്ലുവോളം. ക്രൂശിതനാമൻ യേശു എനിക്കായി അനുവദിച്ച ക്രൂശെ വഹിക്കുന്നു ഞാൻ, എനിക്കെൻ്റെ യേശു മതി, എൻ യേശുവിൻ പാദമതി. ഓട്ടം തികയ്ക്കണമെൻ വിളിക്കൊത്തതാ, നല്ല ദാസൻ എന്ന പേർ വിളി കേൾക്കണം. ഓട്ടം തികയ്ക്കണമെൻ വിളിക്കൊത്തതാ, നല്ല ദാസൻ എന്ന പേർ വിളി കേൾക്കണം. ലോകസുഖം വേണ്ട, ഈ മായാലോകം വേണ്ട, ലോകം തരും സ്ഥാനം വേണ്ട, നാഥന്റെ പാദമതി. ലോകസുഖം വേണ്ട, ഈ മായാലോകം വേണ്ട, ലോകം തരും സ്ഥാനം വേണ്ട, നാഥന്റെ പാദമതി. പിന്നിൽ നിന്നുയരും തേങ്ങലുകൾക്കോ, മുന്നിലെതിരായി വരുന്ന ആയുധങ്ങൾക്കോ, മുന്നിൽ നിന്നുയരും തേങ്ങലുകൾക്കോ, പിന്നിലെതിരായി വരുന്ന ആയുധങ്ങൾക്കോ സാധ്യമല്ലൊരു നാളും എന്നെ ക്രിസ്തുവിൽ നിന്നകറ്റാൻ. ക്രൂശിതനാമൻ യേശു എനിക്കായി അനുവദിച്ച ക്രൂശെ വഹിക്കുന്നു ഞാൻ, എനിക്കെൻ്റെ യേശു മതി, യേശുവിൻ പാദമതി. ക്രൂശിതനാമൻ യേശു എനിക്കായി അനുവദിച്ച
ക്രൂശെ വഹിക്കുന്നു ഞാൻ. എനിക്കെൻ്റെ യേശു മതി, യേശുവിൻ പാദമതി. കർത്താവ് കടന്നുപോയ വഴിയിലൂടെ പോകുവാൻ നമുക്കും ഉത്സാഹിക്കാം. കാരണം അതൊരിക്കലും പരാജയത്തിൻ്റെ വഴിയല്ല, വിജയത്തിൻ്റെ വഴിയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്നുള്ളത് താൻ പ്രിയം വച്ച കർത്താവിനെ കാണുമെന്നുള്ളതാണ്. എന്തെല്ലാം പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഈ ഭൂമിയിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിലെല്ലാം ആശ്വാസം കണ്ടെത്തുന്നത് ഒരു നാൾ ഈ കർത്താവിനെ കാണും. ഈ കഷ്ടത നിറഞ്ഞ ലോകം വിട്ട് പറന്നു പോകുവാൻ അവസരമുണ്ടെന്നുള്ള ആ ശുഭപ്രതീക്ഷയാണ് ഈ ഭൂമിയിലെ കൈപ്പേറിയ അനുഭവങ്ങളെ താണ്ടി മുമ്പോട്ട് പോകുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ആ നിലയിൽ നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന മനോഹരമായ ഒരു പ്രത്യാശ ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. പ്രിയ കർത്താവിന്റെ ദാസൻ നവീൻ നമുക്ക് വേണ്ടി ഇപ്പോൾ ആലപിക്കുന്നതാണ്. എനിക്കു വേറില്ലാശ ഒന്നുമെൻ പ്രിയനെ, എനിക്കു വേറില്ലാശ ഒന്നുമെൻ പ്രിയനെ. പൊന്മുഖം എന്നു ഞാൻ കണ്ടുകൊള്ളും ദാസൻ, പൊന്മുഖമെന്നു ഞാൻ കണ്ടുകൊള്ളും ദാസൻ. മനസ്സലിവോടു നിൻ കരുണകളോരോന്നും, മനസ്സലിവോടു നിൻ കരുണകളോരോന്നും എനിക്കു നീ നൽകുന്ന എന്തുമാ സ്നേഹമോ, എനിക്കു നീ നൽകുന്ന എന്തുമാ സ്നേഹമോ. പരമപിതാവേ നിന്നരികിൽ വരാനേനി എത്ര നാൾ കൂടി നീ ദീർഘമാക്കിയിടുമോ. പരമപിതാവേ നിന്നരികിൽ വരാനേനി എത്ര നാൾ കൂടി നീ ദീർഘമാക്കിയിടുമോ. എൻ കിരീടം വേറെ ആരും നേടുക്കായ്വാൻ, എൻ കിരീടം വേറെ ആരും നേടുക്കായ്വാൻ, നിൻഹിതം പോലെ ഞാൻ ഓടുമാറാകണം, നിൻഹിതം പോലെ ഞാൻ ഓടുമാറാകണം. നല്ല പോർ ചെയ്തെൻ്റെ
പോർ ചെയ്തെൻ്റെ വേല തികയ്ക്കുവാൻ വല്ലഭനെ എന്നിൽ ശക്തി നൽകിയിടണം. വല്ലഭനെ എന്നിൽ ശക്തി നൽകിയിടണം. ഈ പാപലോകത്തിൽ നീ എനിക്കാശ്രയം. ഈ പാപലോകത്തിൽ നീ എനിക്കാശ്രയം. ദൈവമേ നീ എനി അപ്പനും അമ്മയും. ദൈവമേ നീ എനി അപ്പനും അമ്മയും. എനിക്കു വേറില്ലാശ ഒന്നുമെൻ പ്രിയനെ. എനിക്കു വേറില്ലാശ ഒന്നുമെൻ പ്രിയനെ. പൊന്മുഖമെന്നു ഞാൻ കണ്ടുകൊള്ളും ദാസൻ. പൊന്മുഖമെന്നു ഞാൻ കണ്ടുകൊള്ളും ദാസൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ മരുയാത്രയിൽ കാഴ്ചവെക്കുമ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങളിലും നാം ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ നമ്മെ ഭരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒറ്റയ്ക്കാണെങ്കിലും ആരുമില്ല എന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ അരികിലുള്ള എപ്പോഴും കൂടെയുള്ള യേശു കർത്താവ് നമുക്ക് വേണ്ടി സദാസമയം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ആ കർത്താവിൽ ചാരി ഈ യാത്ര തുടരുമ്പോൾ ആകുലങ്ങളുടെ നടുവിലും കടും ശോധന വേളയിലും നമുക്ക് ആശ്വസിക്കുവാനും അതുപോലെ മുമ്പോട്ട് പോകുവാനും ഈ കർത്താവ് വേണ്ടുന്ന ബലം തരുന്നുണ്ട്. ഈ ആശയം വരുന്നൊരു ഗാനം കൂടെ നമുക്ക് പാടിക്കേൾക്കാം. എനിക്ക് യേശുവുണ്ട് ഈ മരുവിൽ എല്ലാമായെന്നും എന്നരികിൽ എന്ന് തുടങ്ങുന്ന ഗാനം പ്രിയ സഹോദരൻ ജോൺ സി ദാസ് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. എനിക്കേശുവുണ്ടീ മരുവിൽ എല്ലാമായെന്നുമെന്നരികിൽ. എനിക്കേശുവുണ്ടീ മരുവിൽ എല്ലാമായെന്നുമെന്നരികിൽ.
സൗഖ്യം. കടും ശോധന വേളയിലും പാടിയൻ മനമാശ്വസിക്കും. നേടും ഞാനതിലനുഗ്രഹങ്ങൾ, നേടും ഞാനതിലനുഗ്രഹങ്ങൾ. എനിക്കേശുവുണ്ടീ മരുവിൽ, എല്ലാമായെന്നുമെന്നരികിൽ. പാരിലെന്നുടെ നാളുകളിൽ പരനേശുവെ സേവിച്ചു ഞാൻ. പാരിലെന്നുടെ നാളുകളിൽ പരനേശുവെ സേവിച്ചു ഞാൻ. കരഞ്ഞിന്നു വിതച്ചിടുന്നു, കരഞ്ഞിന്നു വിതച്ചിടുന്നു. എനിക്കേശുവുണ്ടീ മരുവിൽ, എല്ലാമായെന്നുമെന്നരികിൽ. ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ. ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ. മണ്ണിൽ എവിടെയും കീർത്തിക്കണം, മണ്ണിൽ എവിടെയും കീർത്തിക്കണം. എനിക്കേശുവുണ്ടീ മരുവിൽ, എല്ലാമായെന്നുമെന്നരികിൽ. നീറുമെന്നുടെ വേദനകൾ മാറും ഞാനങ്ങു ചെന്നിടുമ്പോൾ. നീറുമെന്നുടെ വേദനകൾ മാറും ഞാനങ്ങു ചെന്നിടുമ്പോൾ. മാറിൽ ചേർത്തു കണ്ണീർ തുടയ്ക്കും, മാറിൽ ചേർത്തു കണ്ണീർ തുടയ്ക്കും. എനിക്കേശുവുണ്ടീ മരുവിൽ, എല്ലാമായെന്നുമെന്നരികിൽ. എനിക്കേശുവുണ്ടീ മരുവിൽ, എല്ലാമായെന്നുമെന്നരികിൽ. കർത്താവിൻ്റെ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്കൊന്നിച്ച് പാടി കേൾക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആ ഗാനങ്ങളിലൂടെ നമുക്ക് കേൾക്കാനിടയായ സന്ദേശം ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രിയ സഹോദരന്മാർക്ക് പാടാനുള്ള കഴിവും താലന്തും സ്വരവും ഒക്കെ ദൈവം നൽകിയല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും കർത്താവിന് വേണ്ടി പാടുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ദാസൻ ജയരാജ് സഹോദരൻ കഴിഞ്ഞ ചില വർഷങ്ങളായി ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനമായ ഉത്തർപ്രദേശ്, മാത്രവുമല്ല സുവിശേഷത്തിന് ഏറ്റവും പ്രതികൂലമായിട്ട് നിലകൊള്ളുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ ഉത്തർപ്രദേശ്. ആ പ്രദേശത്തേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാനും കുടുംബമായിട്ട് അവിടെ ആയിരിക്കുവാൻ ദൈവം സഹായിക്കുന്നു. തൻ്റെ അനുഭവ സാക്ഷ്യവും അതോടൊപ്പം ദൈവവചനം കേൾക്കുവാനുള്ള അവസരമുണ്ട്. എല്ലാ ആദരവോടുകൂടെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം
മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് ലഭ്യമാക്കി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ദൈവദാസന്മാർ, സഭാവിശ്വാസികൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ അനേക നാളുകളായി ഈ മിനിസ്ട്രിയെ ഓർത്ത് ഇടയ്ക്കിടയ്ക്കെങ്കിലും പ്രാർത്ഥിക്കുവാൻ കർത്താവ് എനിക്കും അവസരം നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഈ മിനിസ്ട്രിയിൽ കൂടെ നടക്കുന്ന ശുശ്രൂഷകൾ ഓൺലൈനായിട്ട് വാച്ച് ചെയ്യുവാനും എനിക്കിടയായി തീർന്നിട്ടുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ വിവിധ ശുശ്രൂഷകളിൽ കർത്താവിൻ്റെ ദാസന്മാർ വചനം ശുശ്രൂഷിക്കുന്നത് കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ഈ നിലയിൽ അല്പസമയം കൂട്ടായ്മ ആചരിക്കുന്നതിനും അപ്പോൾ തന്നെ കർത്താവ് എന്നെ വേലയ്ക്കായി വേർതിരിച്ച ആ സമയം മുതലുള്ള ചില കാര്യങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കുന്നതിനും ദൈവവചനത്തിൽ നിന്ന് അല്പമായ ദൈവം നൽകിയിട്ടുള്ള ആലോചന ചിന്തിക്കുന്നതിനുമായി എനിക്ക് ലഭ്യമായ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയ കർത്താവിൻ്റെ ദാസന്മാരോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദിയും അറിയിക്കുന്നു. ഇവിടെ പ്രസ്താവിച്ച് കേട്ടതുപോലെ എൻ്റെ പേര് ജയരാജ് എന്നാണ്. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എൻ്റെ മാതൃസഭ എന്നത് പാറശാല ശാലേം ബ്രദറൻ അസംബ്ലിയാണ്. 1999 ഞാൻ കർത്താവിനെ എൻ്റെ കർത്താവും സ്വന്തം രക്ഷിതാവുമായി സ്വീകരിപ്പാനിടയായി തീർന്നു. ബാല്യം മുതൽ തന്നെ സൺഡേ സ്കൂളിൽ ദൈവവചനം പഠിക്കുവാനും ആത്മീയ കാര്യങ്ങളിൽ തൽപരനായി മുന്നോട്ട് പോകുവാനുമൊക്കെ ഇടയായി. വളരെ ചുരുക്കമായി പറഞ്ഞാൽ 2008 കർത്താവ് തൻ്റെ വേലയ്ക്കായിട്ട് എന്നെ വിളിച്ചു, വേർതിരിച്ചു എന്നുള്ളത് ബോധ്യമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സഭയിൽ പ്രസ്താവിക്കുകയും തുടർന്ന് ദൈവവചനം പഠിക്കുവാനായി ഒരു 7 വർഷം മാറ്റിവെക്കുവാൻ കർത്താവ് എനിക്ക് ഇടം നൽകി. സഭയായി ആ വചന പഠനത്തിനായിട്ട് പ്രാർത്ഥിച്ച് എന്നെ അയക്കുകയും വളരെ പിന്തുണ നൽകുകയും ചെയ്തു എന്നുള്ളത് ഞാൻ ഈ സമയം കൃതജ്ഞതയോടെ ഓർക്കുന്നു. ആ വർഷങ്ങളിലൊക്കെ ദൈവവചനം പഠിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുള്ള താല്പര്യവും കർത്താവിൻ്റെ വേലയ്ക്കായിട്ടുള്ള സമർപ്പണത്തിൻ്റെ ആവശ്യകതയും ഹൃദയത്തിൽ അധികം വർദ്ധിച്ചു വന്നു. അങ്ങനെ ആ ദൈവവചനം പഠിക്കുന്ന സന്ദർഭങ്ങൾ തന്നെ മിഷണറി പ്രവർത്തനങ്ങൾക്കായിട്ട് ബൈബിൾ കോളേജസിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോവുക പതിവായിരുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വർഗീസ് ജോൺ സാറ് ഇവിടെ സന്നിഹിതനാണ്, എൻ്റെ അധ്യാപകനാണ്. BBAയിൽ 3 വർഷം എന്നെ ദൈവവചനം അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നാളുകളിലൊക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ പോകുവാനായിട്ടുള്ള അവസരം കർത്താവ് തന്നു. ആദ്യ വർഷങ്ങൾ മുതൽ തന്നെ നോർത്ത് ഇന്ത്യയോടുള്ള ഒരു ഭാരം ഹൃദയത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തന്ന ഭാരത്തിന് ഒത്തവണ്ണം UPയിൽ മഥുര എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുവാനിടയായി തീർന്നത്. 2015 എൻ്റെ ദൈവവചന വിദ്യാഭ്യാസം ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്രമീകൃത സ്റ്റഡി 7 വർഷത്തിന് ശേഷം ഞാൻ രഹോബോത്ത് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന തൃശ്ശൂരിലുള്ള സ്ഥാപനത്തിൽ ദൈവവചനം അഭ്യസിപ്പിക്കുവാൻ കർത്താവ് അവസരം നൽകി. അങ്ങനെ അവിടെ 8 വർഷങ്ങൾ ദൈവവചനം അഭ്യസിപ്പിച്ചതിന് ശേഷമാണ് UPയിലേക്ക് പോകുവാനായിട്ട് കർത്താവ് പ്രേരണയും ഭാരവും തന്ന് അവിടേക്ക് അയക്കുവാനിടയായി തീർന്നത്. അങ്ങനെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് UPയിലെ മഥുര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ തുടരുകയാണ്. ഇതിനിടയിൽ തന്നെ ഞാൻ വിവാഹിതനായി. എൻ്റെ വൈഫ് ദീപ്തി സ്റ്റീഫൻ, ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നത്. നിങ്ങളെവരും അറിയുന്നത് പോലെ തന്നെ UP എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംസ്ഥാനവും അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വളരെ പ്രതികൂലം നേരിടുന്നതായ ഒരു സംസ്ഥാനവുമാണ്. ആ സംസ്ഥാനത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ പോകുവാൻ കർത്താവ് ഉള്ളിൽ ഭാരം തന്നപ്പോൾ അവിടെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നുള്ളത് അന്വേഷിക്കുവാനായിട്ട് കുറച്ച് നാളുകൾ, ഒരു 10 ദിവസത്തോളം ഞങ്ങൾ അവിടെ ചെന്ന് താമസിക്കുകയും എന്നാൽ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ
അവിടുത്തെ സാഹചര്യങ്ങൾ ഒരിക്കലും സുവിശേഷം പറയുവാൻ അനുകൂലമല്ല എന്ന് തോന്നിയെങ്കിലും അവിടേക്ക് പോകണമെന്നുള്ള നിർബന്ധം കർത്താവിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ തന്നു. വളരെ പ്രാർത്ഥനാപൂർവം അതിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുകയുണ്ടായി. അങ്ങനെ ആദ്യ വിസിറ്റിന് ശേഷം 2 മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് അവിടേക്ക് ചെല്ലുവാനായിട്ട് ഇടയായിത്തീർന്നത്. അവിടെ ചെന്ന ദിവസം മുതൽ ഇന്നുവരെയും അവിടുത്തെയുള്ള വേലയെക്കുറിച്ചുള്ള ഭാരവും ആ വേലയിൽ തുടരണമെന്നുള്ള ഒരു സമർപ്പണവുമാണ് കർത്താവ് ഹൃദയത്തിൽ തന്നിട്ടുള്ളത്. അവിടുത്തെ ആൾക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കഠിന ഹൃദയമുള്ളവരാണ് എന്ന് പറയേണ്ടി വരും. സുവിശേഷം ഒരിക്കലും കേൾക്കാത്ത ഒട്ടനവധി ഗ്രാമങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഒട്ടനവധി ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഒത്തിരി ജില്ലകൾ തന്നെ സുവിശേഷം കേൾക്കാത്തതായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായിട്ടുള്ളവർ ആ സംസ്ഥാനത്തെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് സമർപ്പണമുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അവിടുത്തെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം മഥുര എന്ന് പറയുന്നത് ബ്രിഡ്ജ് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ബ്രിഡ്ജ് ഭാഷ എന്ന് പറയുന്നത് ബ്രിജ്വാസി എന്നാണ് അവിടെയുള്ള വസിക്കുന്നവരെയൊക്കെ പറയുന്നത്, ബ്രിജ്വാസി. അപ്പോൾ ബ്രിജ് ഭാഷ സംസാരിക്കുന്ന ആ ജനത വളരെ കഠിനന്മാരാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരുപക്ഷെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് പോലെ തന്നെ വളരെ കാഠിന്യമെന്നാണ് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം തന്നെ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇത്രയും കഠിനന്മാരായിരിക്കുന്നു? അവരുടെ ശരീരപ്രകൃതിയും അവരുടെ ഹൃദയവും ഒരുപോലെ കഠിനമാണ്. കാരണം 2 ക്ലൈമറ്റ് അവിടെയുണ്ട്. ഒന്ന് ശീതവും മറ്റൊന്ന് ഉഷ്ണവും. ഇപ്പോൾ ഒരു ശീതകാലത്തിൻ്റെ കാഠിന്യ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ശീതകാലം എന്ന് പറയുമ്പോൾ വളരെ തണുപ്പുള്ള സമയവും അപ്പോൾ തന്നെ ഉഷ്ണമെന്ന് പറയുമ്പോൾ വളരെ അധികം ഉഷ്ണമുള്ള സമയവുമാണ്. അപ്പോൾ ഇത് രണ്ടും പൊരുതി ജീവിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ ഉള്ളവർ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ വളരെ കഠിനന്മാരായിരിക്കുന്നത്. അപ്പോൾ തന്നെ സുവിശേഷത്തോട് യാതൊരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണവും ഇല്ലാത്തൊരു ദേശവുമാണ്. അപ്പോൾ തന്നെ കർത്താവ് ഒട്ടനവധി വ്യക്തി ജീവിതങ്ങളിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ താമസിച്ച് പ്രവർത്തിക്കുന്ന ആ സ്ഥലത്തെ സഭ എന്ന് പറയുന്നത് ഏതാണ്ട് 50 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു സ്ഥലം സഭയാണ്. എന്നാൽ ആ സ്ഥലം സഭയിൽ ഇവിടെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനായിട്ട് ചില വർഷങ്ങൾ സുവിശേഷകന്മാരായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു 10-16 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിയുന്ന കർത്താവിൻ്റെ ദാസൻ സാമുവൽ ബി തോമസ് മഥുര, അദ്ദേഹം ഛത്തീസ്ഗഡിൽ നിന്ന് ഇവിടേക്ക് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വന്ന് ഈ സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ആ സഭയോട് ഒരുമിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്ഥലവും മറ്റൊന്ന് മുർസാൻ എന്ന് പറയുന്ന സ്ഥലവുമാണ്. ഈ 2 സ്ഥലങ്ങളിൽ അടിക്കടി ചെന്ന് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നുണ്ട്. അവിടുത്തെ സുവിശേഷം അറിയിക്കുന്ന രീതി എന്ന് പറയുന്നത് സഭയിൽ തന്നെയുള്ള വിശ്വാസികളുടെ ബന്ധുക്കളായിട്ടോ മിത്രങ്ങളായിട്ടോ ഉള്ളവരുടെ കോണ്ടാക്ട്സ് നമ്മൾ മേടിക്കുകയും ആ കോണ്ടാക്ട്സിനനുസരിച്ചാണ് നമുക്ക് അവരോട് സുവിശേഷം പറയുവാനായിട്ട് അവസരം ലഭ്യമാവുകയും ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. അവിടെ ഇനിയും പുതിയ സ്ഥലം സഭകൾ രൂപീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഹൃദയംഗമായ പ്രാർത്ഥനയും പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശവും എന്ന് പറയുന്നത്. ആ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല യാതൊരു ഭംഗവും കൂടാതെ നടക്കേണ്ടതിന് നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് ഏകദാണ്ടൊക്കെ ഹിന്ദി ഭാഷ പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഞങ്ങൾ താമസിക്കുന്ന ചുറ്റുമുള്ള ആൾക്കാർ ബ്രിഡ്ജ് ഭാഷ സംസാരിക്കുന്നവരാണ്. ഹിന്ദിയോട് ചേർന്ന് മറ്റ് ഡയലക്ട്സ് ചേർത്ത് സംസാരിക്കുന്നതാണ്. അവർക്ക് എഴുത്ത് ഇല്ല, എന്നാൽ സംസാര ഭാഷയാണ്. അപ്പോൾ ആ ഭാഷ സംസാരിക്കുന്നവരുടെ മധ്യത്തിൽ ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ കർത്താവ് ഞങ്ങളിൽ കൂടെ അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഒരു മുഖാന്തരമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ആ വിഷയത്തിലേക്ക് ചോദിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം വരുന്ന 26-ാം തീയതി ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും മടങ്ങി UP മഥുരയിലേക്ക് പോവുകയാണ്. എൻ്റെ ബ്രദറിൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ഈ സമയത്ത് ഞങ്ങൾക്കിവിടെ ആയിരിക്കുവാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും അവിടേക്ക് പോകുവാനും അവിടെ കുറച്ചധികം നന്നായിട്ട് ഭാഷ സംസാരിക്കുവാനും അവിടുത്തെ സംസ്കാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവരോട് സുവിശേഷം പങ്കുവയ്ക്കുവാനും കർത്താവ് കൃപ നൽകേണ്ടതിന് നിങ്ങളേവരും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. അല്പസമയത്തെ വചനചിന്തയ്ക്കായി നമുക്ക് വേദപുസ്തകത്തിലേക്ക് തിരിയാം.
ഞാനിവിടെ എന്ത് സംസാരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഹൃദയത്തിൽ ചിന്തിക്കുകയും അപ്പോൾ തന്നെ ഇവിടെയുള്ള ഒരു പശ്ചാത്തലം എന്താണെന്ന് പ്രിയ സഹോദരൻ ഭിന്നിയോട് രാവിലെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ക്രിസ്ത്യൻ ലൈഫിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നത് നന്നായിരിക്കുമെന്ന് പ്രിയ സഹോദരൻ ആലോചന പറയുകയുണ്ടായി. ഞാനും ആ നിലയിലാണ് ഹൃദയത്തിൽ സന്ദേശം കരുതിയിരുന്നതും. അതുകൊണ്ട് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായ 2-3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഇരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ ഒരു വേദഭാഗത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ പതിവെങ്കിലും ഇന്ന് 3 പോയിന്റുകൾ 3 വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന ഈ ഒരു വിഷയം അവതരിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഒട്ടനവധി റിക്വയർമെന്റ്സ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. ആ റിക്വയർമെന്റ്സ് എല്ലാം നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വരികിലും 3 കുറിപ്പുകൾ മാത്രം ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഇരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ്, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ബി ഡിലൈറ്റഡ്, സന്തോഷിക്കുന്നവരായിരിക്കുക അല്ലെങ്കിൽ ആനന്ദിക്കുന്നവരായിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ബി ഫോക്കസ്ഡ്, നല്ല ശ്രദ്ധയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് 3 വേദഭാഗങ്ങളിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒന്നാമത്തേത് ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ്, നന്ദിയുള്ളവരായിരിക്കുക. ഈ നന്ദിയുള്ളവരാകുക എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ നമുക്ക് അത്ര ശ്രദ്ധിച്ച് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഒരാളൊരു സഹായം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ സഹായത്തിന് ആ ആളിനോട് നന്ദി പറയുകയും ആ വ്യക്തിയോട് എപ്പോഴും നന്ദിയുടെ ഒരു ജീവിതം അദ്ദേഹത്തോട് പ്രകടമാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൽ പലപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ച് കർത്താവ് നന്ദിയുള്ളവരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഈ ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ള ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ആരോട് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ആദ്യമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏറ്റവും അധികം നന്ദി നാം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ കർത്താവിനോടാണ്. അപ്പോൾ ദൈവത്തോട് നാം നന്ദിയുള്ളവരാകണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരിക്കലും നന്ദി കെട്ടവരാകുവാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരാകണം എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ദൈവം ആ വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം. ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ 20 വാക്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആവർത്തന പുസ്തകത്തിന്റെ പശ്ചാത്തലം നമുക്ക് ഒരുപക്ഷെ വളരെ സുപരിചിതമാണ്. മോശ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ശേഷം ഏതാണ്ട് 40 വർഷം അവരെ മരുഭൂമിയിൽ കൂടി നടത്തി കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഏതാണ്ട് കനാൻ ദേശത്തിന്റെ അതിർവരെ എത്തി നിൽക്കുകയാണ്. പക്ഷെങ്കിൽ ദൈവം മോശയോട് പറഞ്ഞു, മോശ ഒരു നാളും ആ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയില്ല, പക്ഷെ ദൂരത്തു നിന്ന് കാണുകയേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ദൂരത്തു നിന്ന് കനാൻ ദേശം ദർശിച്ചതായ മോശെ ഈ ഇസ്രായേൽ ജനത്തിന് പുതിയൊരു തലമുറയ്ക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ ആവർത്തന പുസ്തകത്തിൽ കാണുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് പുതിയൊരു ദേശത്തേക്ക് ഇസ്രായേൽ ജനം ചെന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള പ്രമാണം കൃത്യമായി നൽകിയിട്ടുണ്ട്. പക്ഷെങ്കിൽ പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യാത്ര ആരംഭിച്ച ഒരു വലിയ തലമുറ, ഏതാണ്ട് 20 ലക്ഷത്തോളം ആൾക്കാർ, അതിൽ 20 വയസ്സിന് മേൽപോട്ടുണ്ടായിരുന്ന എല്ലാവരും തന്നെ മരുഭൂമിയിൽ മരണപ്പെടേണ്ടതായിട്ട് വന്നു. നമുക്കറിയാം 90-ാം സങ്കീർത്തനം മോശയാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. മോശ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്നാണ്.
അങ്ങനെ ഒരു സങ്കീർത്തനം രചിച്ചതിന്റെ പിന്നിൽ ഒരു കാരണം ഒരുപക്ഷെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഒട്ടനവധി ശവടക്കുകൾ ഒരുപക്ഷെ മോശയ്ക്ക് ചെയ്യേണ്ടി വന്നിരിക്കാം. ഒടുവിൽ അഹരോന്റെയും ഒരു ശവടക്കിന്റെ സമയത്തായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഈ സങ്കീർത്തനം 90-ാം സങ്കീർത്തനം രചിച്ചതെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒട്ടനവധി മരണം കണ്ടൊരു വ്യക്തിയാണ് മോശെ. ഈ മരണപ്പെട്ടവരെല്ലാം മരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവർ നന്ദി കെട്ടവരായിരുന്നു. എന്ന് പറഞ്ഞാൽ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന് ദൈവം വളരെ വലിയ അത്ഭുത പ്രവൃത്തികൾ കൂടെ അവരെ വിടുവിച്ച് പുതിയൊരു ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വന്നെങ്കിലും ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് പകരം ദൈവത്തോട് അവർ മറുതലിക്കുന്നവരായി തീർന്നു. They were rebellious. അവർ ദൈവത്തോട് എപ്പോഴും പോരടിക്കുന്നവരായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരിക്കലും അവർ നന്ദിയുടെ ഒരു ജീവിത പ്രകടനം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് മോശെ പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയൊരു തലമുറയാണ്. കഴിഞ്ഞ പിതാക്കന്മാരായിട്ടുള്ള തലമുറകളെല്ലാം ഈ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാതെ 40 വർഷത്തിനുള്ളിൽ മരുഭൂമിയിൽ മരണപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇത് ഒരു പുതിയ തലമുറ ആ കനാൻ ദേശത്തേക്ക് കാലെടുത്തു വെക്കുവാൻ പോവുകയാണ്. യോർദാൻ കടന്നാൽ അവർ കാലുവെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കനാനാണ്. അപ്പോൾ ആ ദേശത്തേക്ക് പോകുന്ന ഈ ഒരു പുതിയൊരു തലമുറ അവർ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന് മോശയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് ദൈവം തന്നെ മോശയിൽ കൂടെ ഈ ജനത്തോട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ ദൈവം അവരോട് പറയുന്നത്, നീ മറക്കരുത്. ദൈവത്തോട് നന്ദിയുള്ളവരാകുവാൻ നാം ഒരിക്കലും മറന്നു പോകുന്നവരാകരുതെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കരുത്. ഈ മറക്കരുത് അല്ലെങ്കിൽ ഓർക്കുക എന്ന് പറയുന്ന പദങ്ങൾ ആവർത്തിച്ചു വരുന്ന വാക്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം. അതിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം എന്നവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഇനിയും അതിൻ്റെ താഴോട്ട് വായിച്ച് നമ്മൾ അതിൻ്റെ 11-ാം വാക്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം നോക്കുക. നമ്മൾ വീണ്ടും വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കുവാൻ എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടു ദൈവത്തെ ഓർക്കുക. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ദൈവത്തെ മറക്കാതിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരിക. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നോക്കുക, ദൈവം ആരാണെന്ന് നമുക്കറിയാം. നമുക്ക് ദൈവവചനത്തിൽ വെളിപ്പെട്ട് തന്നിരിക്കുന്നത് അനുസരിച്ചുള്ള അറിവനുസരിച്ച് ദൈവം ആരാണ്? ദൈവം സകലത്തിൻ്റെയും കാരണഭൂതനാണ്. ദൈവം സകലത്തിൻ്റെയും ഉടയവനാണ്. ദൈവം സകലത്തെയും തൻ്റെ ശക്തിയുള്ള ഭുജത്താൽ വഹിക്കുന്നവനാണ്. ദൈവം സകലത്തിനും ആധാരമാണ്. ദൈവം അപ്പോൾ അങ്ങനെ സകലത്തിനും കാരണഭൂതനും സകലത്തിൻ്റെയും ഉടയവനും സൃഷ്ടാവുമായ ഒരു മഹാദൈവം നമുക്കൊരിക്കലും വർണ്ണിച്ച് ആ ദൈവത്തെ തീർക്കുവാനായിട്ട് കഴിയാതെ വണ്ണം അത്രയ്ക്ക് വലിപ്പമുള്ള ആ ദൈവം കേവലം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, മനുഷ്യനെ അവൻ പൊടിയെന്ന് ഓർക്കുന്നുവെന്നാണ്. ഏറ്റവും ചെറിയവരാണ് മനുഷ്യൻ. ആ മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നീ എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ യഹോവയെ ഓർക്കണം എന്ന് പറയുന്നത്. നാം ദൈവത്തെ മറന്നു കളയരുത് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 10 കുഷ്ഠരോഗികൾ അവരുടെ കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമായി. എന്നാൽ ആ 10-ൽ 9 പേര് മടങ്ങി വന്നില്ല. ഒരാൾ നന്ദി പ്രകടിപ്പിക്കുവാനായി കർത്താവിന്റെ അടുക്കൽ മടങ്ങി വന്നു. അങ്ങനെ മടങ്ങി വന്നപ്പോൾ കർത്താവ് ചോദിക്കുന്നത്, 10 പേർ സൗഖ്യം പ്രാപിച്ചില്ലയോ? എന്നാൽ ഈ ശമരിക്കാരനല്ലാതെ ബാക്കി 9 പേര് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോട് നന്ദിയുള്ള ജീവിതം നയിക്കണമെന്നാണ്. ഈ നന്ദിയുള്ള ജീവിതം നയിക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ തന്നെ ദൈവം അവരോട് ചില കാര്യങ്ങൾ അവരെ ഓർപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമുക്ക് കഴിഞ്ഞ 40 സംവത്സരം ഈ ഒരു പുതിയ തലമുറ അവർ മരുഭൂമിയിലായിരുന്നു. ആ മരുഭൂമിയിലായിരുന്നപ്പോൾ ആ മരുഭൂമിയുടെ സാഹചര്യം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ 15-ാം വാക്യം, 8-ാം അധ്യായം അതിന്റെ 14-ഉം 15-ഉം വാക്യം. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും, അടുത്ത് നോക്കുക, അഗ്നിസർപ്പവും തേളും
വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടെ നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഇതുവരെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്ര അനുകൂലമായ സാഹചര്യമല്ല. ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ദൈവം അവർക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അവർ ദൈവത്തെ എന്ത് ചെയ്യുവാൻ പാടില്ല, മറക്കുവാനായിട്ട് പാടില്ല. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് ഇനി അവർക്ക് ഉണ്ടാകാൻ പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അത് നോക്കുക, അതിൻ്റെ 7-ാം വാക്യം, 8-ാം അധ്യായം 7-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്, അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതള നാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടി എടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഏറ്റവും പ്രതികൂലമായ സാഹചര്യമായിരുന്നു. പക്ഷെങ്കിൽ ദൈവം അവർക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അവർക്ക് യാതൊരു കേടും സംഭവിച്ചില്ല. നിങ്ങൾ വീണ്ടും അതിൻ്റെ തൊട്ട് മുകളിലോട്ട് വായിച്ചു കഴിഞ്ഞാൽ 4-ാം വാക്യം നോക്കുക. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. അടുത്ത് പറയുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തി. നോക്കുക, ദൈവം അവർക്ക് എത്ര നല്ലവനായിരുന്നു, എത്ര അനുകൂലമായിരുന്നു. എത്രയോ പ്രതികൂലങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും അവരെ തളർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ഏറ്റവും മോശമായ സാഹചര്യത്തിൽ കർത്താവ് അവർക്ക് അനുകൂലമായിരുന്നപ്പോൾ ഇനി പോകുന്ന ദേശം എന്ന് പറയുന്നത് ഏറ്റവും സുഭിക്ഷമായിട്ടുള്ള ദേശമാണ്, ഏറ്റവും സമ്പൽ സമൃദ്ധമായ ദേശമാണ്, ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ദേശമാണ്. ആ ദേശത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയിൽ, നിങ്ങളുടെ അനുകൂല സാഹചര്യത്തിൽ, നിങ്ങളുടെ നന്മയുടെ മധ്യത്തിൽ നിങ്ങൾക്കെല്ലാം ഉള്ളപ്പോൾ, നിങ്ങൾ തൃപ്തരായിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. നോക്കുക, അതും കർത്താവ് അവിടെ പറയുന്നുണ്ട്. നോക്കുക, അതിൻ്റെ 17-ാം വാക്യം നോക്കുക. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളും. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? ഇവരങ്ങനെ പറയാനുള്ള സാധ്യത ദൈവം മുന്നേ കണ്ടുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ എന്നെ മറന്ന് എൻ്റെ അധ്വാനത്താൽ ഇതൊക്കെ ഉണ്ടായി എന്ന് നിങ്ങളുടെ ഹൃദയം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒന്നോർക്കുക, നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാൻ ഓർക്കുക എന്നാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ കേരള ജനതയെ പോലെ ഏറ്റവും സമൃദ്ധിയായി ജീവിക്കുന്ന മറ്റൊരു സംസ്ഥാനവും അതിലെ ജനതയും ഈ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതദേശത്ത് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഒട്ടനവധി സംസ്ഥാനങ്ങൾ ചില വർഷങ്ങളുടെ ഇടവേളയിൽ എനിക്ക് സഞ്ചരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കേരളത്തിലെ വായു മലിനീകരണത്തെക്കുറിച്ചും ജലമലിനീകരണത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ കേരളം വിട്ടൊന്ന് നമ്മുടെ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്ന് വന്നു നോക്കിയാൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ഇപ്പോഴും നമ്മൾ പറഞ്ഞു പോകും. അത്രയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശത്ത് വസിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നാം ദൈവത്തെ ഓർത്തുള്ള ഒരു ജീവിതമാണോ നയിക്കുന്നത്? ദൈവത്തോട് നന്ദി പ്രകടമാക്കുന്ന ഒരു ജീവിതമാണോ നാം കാഴ്ചവെക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുന്നത്? 8-ാം അധ്യായം 1-ാം വാക്യം അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് അവിടെ ഒരു നിബന്ധന കർത്താവ് വയ്ക്കുന്നുണ്ട്. എന്താ? ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം.
ദൈവത്തോട് നന്ദിയുള്ളവരാകുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് അതുപോലെ അനുസരിച്ച് പ്രമാണിച്ച് നടക്കുക എന്നുള്ളതാണ്. അതാണ് നന്ദിയുള്ള ഒരു ജീവിതത്തിൻ്റെ വ്യക്തമായ പ്രകടനം എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമാണെന്ന് ദൈവം സർട്ടിഫൈ ചെയ്യണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ നാം അനുസരിച്ച് നടക്കത്തക്കവണ്ണം ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ഓർക്കുന്നവരും ദൈവത്തോട് നന്ദിയുള്ളവരും ആയിരിക്കണം. വരും ദിവസങ്ങളിൽ അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാം അനുഭവിക്കുന്ന നന്മകൾ പോലെ, നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പോലെ, നാം അനുഭവിക്കുന്ന സംതൃപ്തി പോലെ അത്ര സംതൃപ്തിയില്ലാത്തതും അത്ര അനുഗ്രഹമില്ലാത്തതുമായ മറ്റനേക സംസ്ഥാനങ്ങൾ നമ്മുടെ ദേശത്തുണ്ടെന്നിരിക്കെ, പോരാ വേർപാടുകാരെന്നുള്ള നിലയിൽ ദൈവവചനം ധാരാളമായി കേൾക്കുന്നവർ എന്നുള്ള ഒരു അഭിമാനം നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ, അതെല്ലാം നമ്മൾ വഹിച്ചുകൊണ്ട് നാം എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിക്കണമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര കൽപ്പനാ ലംഘനങ്ങളാണ് നമ്മൾ ഒരു വർഷത്തിൽ നടത്തുന്നത് നമുക്കറിയാമോ? ഒരു ദിവസം ഒരു ലംഘനം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ 365 ലംഘനം ചെയ്യുന്നവരാണ് നമ്മൾ ഒരു ദിവസം ഒരു കൽപ്പനാ ലംഘനമാണോ ചെയ്യുന്നത്? എത്രയോ കൽപ്പനാ ലംഘനങ്ങൾ ചെയ്യുന്നവരായിട്ട് ഞാനും നിങ്ങളും തീരുന്നു. അതിന് കാരണം നാം ദൈവത്തെ ഓർക്കുന്നില്ല. എന്നെ രക്ഷിച്ച, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ, എന്നെ ഈ സ്ഥിതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന, എൻ്റെ ഉയർച്ചയുടെ കാരണക്കാരൻ ഞാനല്ല, ഇത് ദൈവം മാത്രമാണെന്ന് തികച്ചും നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിൽ നമ്മൾ വളരെ കർക്കശ ബുദ്ധിയുള്ളവരായിരിക്കും. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന് 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നോക്കുക, അതിൻ്റെ 20-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ചെല്ലുകയുണ്ടായി. പത്തനംതിട്ടയിൽ ചെന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ തിരുവനന്തപുരത്തിൽ നിന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ നല്ല വായു ശ്വസിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഈ ദേശം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് KV സൈമൺ, ഇടയാറന്മല കൊച്ചുകുഞ്ഞു ഉപദേശി, ME ചെറിയാൻ, അതുപോലെ തന്നെ അങ്ങനെ പേര് പറഞ്ഞ് കുറേ ദൈവദാസന്മാരുടെ പേര് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള ദൈവദാസന്മാർ കർത്താവിനെ വളരെ അടുത്ത് അറിഞ്ഞ് ജീവിച്ചവരും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ ജീവിതം മാറ്റിവെച്ചവരുമാണ്. അങ്ങനെയുള്ള ഒരു ദേശത്തെ ദൈവം എങ്ങനെ ആദരിക്കാതിരിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി. ഞാൻ പറയട്ടെ, നാം ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകളുടെയും കാരണമെന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരായിരുന്നവർ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പിതാക്കന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ തൊട്ടു മുമ്പുള്ള തലമുറയിലുള്ളവർ, അവർക്കൊന്നുമില്ലാതിരുന്ന അവസ്ഥയിലും അവർ കർത്താവിനെ മറന്നില്ല, കർത്താവിനെ മുറുകെ പിടിച്ചു. അതിൻ്റെ നന്മ നാം അനുഭവിക്കുമ്പോൾ നമുക്കിന്ന് പറയാൻ കഴിയണം, കർത്താവേ, ഞാൻ നിന്നെ മറക്കുന്നില്ല. എൻ്റെ നന്മയുടെയും എൻ്റെ അനുഗ്രഹത്തിൻ്റെയും കാരണം നീ മാത്രമാണ്, എൻ്റെ ബുദ്ധിയല്ല. നാം വിദ്യാഭ്യാസമുള്ളവരായി തീർന്നു. നമുക്ക് വിവിധ സ്ഥലങ്ങൾ സഞ്ചരിക്കാനും ദേശങ്ങൾ കാണാനുമുള്ള ഭാഗ്യങ്ങളുണ്ടായി. അതുകൊണ്ട് നമുക്ക് സമൃദ്ധിയിലും സംതൃപ്തിയിലും ജീവിക്കാൻ കഴിയുന്നു. പക്ഷെങ്കിൽ മറന്നു പോകരുത്, അതില്ലാതിരുന്ന ഒരു സമയത്തും ദൈവത്തെ മുറുകെ പിടിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയെ പോലെ പഴയമയിലേക്ക് തിരികെ പോകാൻ നമുക്ക് കഴിയണം. അതിനായാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത്രയും പറഞ്ഞ് രണ്ടാമത്തെ ഭാഗത്തിലേക്ക്, ബി ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ബി ഡിലൈറ്റഡ്. ഈ ഡിലൈറ്റ് എന്നുള്ള പദം, അതിൻ്റെ അർത്ഥം എത്രമാത്രം നമുക്ക് വിശദീകരിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. എങ്കിലും ആ പദം ഉപയോഗിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനം, 1-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അത് 1-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. മലയാളത്തിൽ വായിക്കുമ്പോൾ സന്തോഷിച്ച് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നവരായിരിപ്പിൻ എന്നുള്ള പദമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ എന്തിലാകണം നമ്മുടെ സന്തോഷം? അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കുക, സങ്കീർത്തനങ്ങൾ അതിൻ്റെ 2-ാം വാക്യം അതിൻ്റെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹിസ് ഡിലൈറ്റ് ഈസ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് എന്നാണ് വായിക്കുന്നത്. അതിനെ ശരിക്കും അങ്ങനെ തന്നെ തർജ്ജമ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ സന്തോഷം യഹോവയുടെ ന്യായപ്രമാണത്തിൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഒരു 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 ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്തായിരിക്കണമെന്ന് അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ ദൈവവചനം വായിക്കുന്നവരാണ്, വായിച്ച് കേൾപ്പിക്കുന്നവരാണ്, വായിച്ച് കേൾക്കുന്നവരാണ്, ദൈവവചനം പഠിക്കുന്നവരാണ്, പഠനം ശ്രദ്ധിക്കുന്നവരാണ്, ദൈവവചനം ധ്യാനിക്കുന്നവരാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ദൈവവചനത്തിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവരാണോ ഞാനും നിങ്ങളും? അത് അങ്ങനെ ഉണ്ടാകുന്നൊരു വ്യക്തിക്കാണ് തീർച്ചയായിട്ടും പറയാനായിട്ട് കഴിയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് എന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് പറയുന്നു. ആ ഡിസയർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ശരിയായൊരു തർജ്ജമ നമുക്ക് മലയാളത്തിൽ പറയാൻ കഴിയുമോ എന്ന് അറിയത്തില്ല. ആ ലോങ്ങിങ്നെസ്, ഡിസയർ എന്ന് പറഞ്ഞാൽ ആ വാഞ്ച. നമ്മൾ പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ആ ലോങ്ങിങ്നെസ് നമുക്കുണ്ടാകണം. ദൈവവചനം ഒരു സ്റ്റഡി ഉണ്ട്, ആ സ്റ്റഡിയിൽ എനിക്ക് പോകണം, പോയില്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് പോകാം എന്നല്ല. ദൈവവചനത്തെ എപ്പോഴൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നോ അതൊരു വാഞ്ചയോടെ ചെല്ലുന്ന, ആ ദൈവവചനത്തിനായി കാക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന, ആ വചനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമാക്കാനായിട്ട് കഴിയൂ. ഈ സങ്കീർത്തനത്തിൽ ആരാണ് ഈ സങ്കീർത്തനം രചിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഈ സങ്കീർത്തനങ്ങളെ വിഭജിച്ചിരിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥങ്ങൾ, ആദ്യത്തെ 5 പുസ്തകങ്ങൾക്ക് 5 പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായിട്ട് വിഭജനം ചെയ്തിരിക്കുന്നത്. അതിൽ 1-ാമത്തെ പുസ്തകമായ ആദ്യത്തെ ആ ഭാഗം 41 അധ്യായങ്ങൾ അടങ്ങിയ 1-ാം പുസ്തകം. ആ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് പറയുന്നത്, ദൈവവചനം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്നാണ്. ഇങ്ങനെ ഈ സങ്കീർത്തനക്കാരൻ പറയണമെങ്കിൽ ഈ ദൈവവചനം അവൻ്റെ ലോങ്ങിങ്നെസ്, വാഞ്ചയും അവൻ്റെ ആഗ്രഹവും, ദൈവവചനം അവൻ്റെ സന്തോഷവും ആകണമെങ്കിൽ ദൈവവചനം അവന് എന്ത് കൊടുത്തിട്ടുണ്ടാകണം? ഇറ്റ് മസ്റ്റ് ഹാവ് ഡിലൈറ്റഡ് ഹിം. ദൈവവചനം അവനെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ദൈവവചനം അവൻ്റെ സന്തോഷമാണെന്ന് അവിടെ എടുത്തു പറയുന്നത്. നമ്മുടെ ഈ ദൈവവചനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വചനത്താൽ എല്ലാം ഉളവായി എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് എന്ന് എഴുതുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അടുത്ത് പറയുന്നേ, വചനം ദൈവമായിരുന്നു. ഇനി അതിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം എന്താ വായിക്കുന്നത്? വചനം ജഡമായി തീർന്നു. അതുകൊണ്ട് ഇങ്ങനെ തിയോളജിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ, ബൈബിളിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ദ റിട്ടൺ വേർഡ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ദൈവവചനമാണ് എന്താ? ബൈബിൾ. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദ വേർഡ് ഇൻകാർണേറ്റഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്ന വ്യക്തിയാണ് ആരാ? കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി വചനത്തിൽ ഡിലൈറ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം ആരിൽ ഡിലൈറ്റ് ആകുന്നു എന്നാണ്? കർത്താവായ യേശുക്രിസ്തുവിൽ ഡിലൈറ്റ് ആകുന്നു എന്നാണ്. യേശുക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വചനം കൂടാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി ഡിലൈറ്റ് ആകുന്നുവെങ്കിൽ ആ വ്യക്തി ദൈവവചനത്തിലേക്ക് ഓടിച്ചെല്ലുന്ന വ്യക്തിയായിരിക്കും. ഞാൻ പറയട്ടെ, നമുക്കിന്ന് ഏറ്റവും അധികം ഡിലൈറ്റ് നൽകുന്നത് ദൈവവചനമാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിക്കുന്നത് ഏത് കാര്യത്തിലാണെന്ന് ചിന്തിച്ചാൽ മതി. ഈ വെള്ളം ഡിലൈറ്റ് ആയിട്ട് തോന്നുന്നത് എപ്പോഴാണ്?
നമുക്ക് കേവലം ദാഹമല്ല, ദാഹിച്ചു വലഞ്ഞൊരു വ്യക്തിക്ക് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടു കൊടുത്താൽ അദ്ദേഹത്തിന് അതിന്റെ പ്ലഷർ, അതിന്റെ സുഖം, ഡിലൈറ്റ് എന്നുള്ളതിന് സുഖം എന്നുള്ള ഒരു അർത്ഥമുണ്ട്. ഗ്രേറ്റസ്റ്റ് പ്ലഷർ എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തപ്പോൾ അതിനകത്ത് വന്നത്. ഗ്രേറ്റസ്റ്റ് പ്ലഷർ, ഏറ്റവും അധികം സുഖം നൽകുന്ന ഒരു വസ്തു നാം ആഗ്രഹിക്കുന്നത്, അതിനായിട്ട് ലോങ് ചെയ്യുന്നത് അതൊരു പ്രത്യേക രീതിയിലായിരിക്കും. വെള്ളം ദാഹിക്കുന്നു എന്ന് പറയുന്നതും ഞാൻ വെള്ളത്തിനായിട്ട് വലയുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏറ്റവും അധികം വലയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വിഷമം തോന്നുന്നത്, ഏറ്റവും പ്രയാസം തോന്നുന്നത്, ഏറ്റവും ഭാരം തോന്നുന്നത് ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലാണെന്ന് അറിയാമോ? ഒരു യഥാർത്ഥ ദൈവ പൈതലിന് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരവും ഏറ്റവും ഭാരവും ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? കർത്താവിൽ നിന്ന് അകന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് ഏറ്റവും വിഷമം. എന്ന് പറഞ്ഞാൽ പാപം പോലെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒന്ന് ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയുടെ ജീവിതത്തിൽ ഇല്ല. നമ്മുടെ ശത്രുക്കളായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ലോകം, ജഡം, പിശാച്. ഇത് മൂന്നും ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും പോരാടുന്ന ഒന്നാണ്. നമ്മുടെ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്ന ജഡത്തോട് പോരാടുന്ന, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് തോന്നുന്നത് പാപത്തോടുള്ള ബന്ധത്തിലാണ്. ഞാൻ പറയട്ടെ, സങ്കീർത്തനക്കാരൻ 119-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? അതിന്റെ 11-ാം വാക്യം: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. വചനത്തിൽ ഡിലൈറ്റ് ആകുന്ന ഒരു വ്യക്തിക്ക് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഒരു വാഞ്ചയുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അങ്ങനെ ഒരു വാഞ്ചയുണ്ടോ? ദൈവവചനത്തെ കാക്ഷിക്കുന്ന ഒരു സ്വഭാവം, ദൈവവചനത്തിനായി ലോങ് ചെയ്യുന്ന ഡിസയറുള്ള, ആ ദൈവത്തിന്റെ വചനം കിട്ടാതെ എനിക്ക് ഇന്നത്തെ ജീവിതം കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഞാനും നിങ്ങളും മാറണം. കർത്താവായ ക്രിസ്തു യേശുവിനോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് അത് നമുക്ക് രൂപാന്തരം നൽകുന്നതാണ്. കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? കർത്താവിനോടൊപ്പമുള്ള കൂട്ടായ്മ നമ്മിൽ രൂപാന്തരം വരുത്തും. എന്താ പറഞ്ഞത്? ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. നുഖത്തിന്റെ 2 വശത്തും 2 ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ 2 കാളകളുണ്ടാകും എന്നുള്ളതുപോലെ കർത്താവിന്റെ നുഖത്തിന്റെ ഒരു വശത്ത് കർത്താവും മറ്റൊരു വശത്ത് ഞാനും ഉണ്ടാകണം. കർത്താവിനോടുള്ള കൂട്ടായ്മ അത് സാധ്യമാകുന്നത് ദൈവവചനത്തോട് ഞാൻ എത്രമാത്രം അടുത്ത് ചെല്ലുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. 1, ബി ഗ്രേറ്റ്ഫുൾ ടു ഗാഡ്. 2, ബി ഡിലൈറ്റഡ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. മൂന്നാമത്തെ കാര്യം കേവലം പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ബി ഫോക്കസ്ഡ് എന്നുള്ള കാര്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുവെന്നാണ്. അത് പറയുവാൻ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില വേദഭാഗങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം, ആ ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ഫോക്കസിനെ കുറിച്ച് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 51-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ അവിടെ അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു എന്നാണ് വായിക്കുന്നത്. പ്രിയ ദൈവജനമേ, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം അവസരം തന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷെ ഈ ലോകം നമുക്കുള്ളതല്ല. ഈ ലോകം ക്രിസ്തുവിന് ക്രൂശിനെ സമ്മാനിച്ച ലോകമാണ്. അത് സഹിക്കാൻ കർത്താവ് തയ്യാറായിരുന്നു. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? അപമാനം അലക്ഷ്യമാക്കി. എന്തിനു വേണ്ടി? തൻ്റെ മുമ്പിലുള്ള സന്തോഷം.
അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ റിസൾട്ട് അഥവാ സമ്പാദ്യമാണ് എന്താ ദൈവത്തിൻ്റെ സഭ എന്ന് പറയും. കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ എന്നാണ് പറയുന്നത്. നമ്മുടെ ഫോക്കസ് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഫോക്കസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ക്രിസ്തുവിൻ്റെ ഫോക്കസ് എന്താണെന്നറിയാമോ? തൻ്റെ സഭ. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ബി ഗ്രേറ്റ്ഫുൾ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നാം നന്ദിയോടെ ഓർക്കണം. നന്ദിയുള്ളവരാണെങ്കിൽ അവൻ്റെ കൽപ്പനകളെല്ലാം ആചരിക്കണം. രണ്ടാമത്തെ കാര്യം, നാം നമ്മുടെ സന്തോഷം ദൈവവചനമായിരിക്കണം. കാരണം ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം ക്രിസ്തുവിനെ പോലെ എന്നിൽ രൂപാന്തരം വരുത്തുന്നതും പാപത്തോട് വിജയകരമായി ജീവിപ്പാൻ എന്നെ സഹായിക്കുന്നതുമാണ്. 3, ക്രിസ്തുവിനെ മാത്രം ഞാൻ ദർശിക്കുന്നവനാണ്, ക്രിസ്തുവിനെ മാത്രം ഞാൻ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മിഷൻ എൻ്റെ മിഷനാണ്. അങ്ങനെ വരും ദിവസങ്ങളിൽ കർത്താവിനോട് നന്ദിയുള്ളവരായി, കർത്താവിൻ്റെ വചനത്തിൽ സന്തോഷിക്കുന്നവരായി, കർത്താവിൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഈ ഭൂമിയിൽ നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു വലിയ തിരഞ്ഞെടുപ്പ് നാം നടത്തുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ ആദരിക്കും. ക്രിസ്തീയ ജീവിതം ഇതുപോലെ സന്തോഷകരമായ, ആനന്ദകരമായ, തൃപ്തികരമായ വേറൊരു ജീവിതമില്ല. അങ്ങനൊരു ജീവിതം കാഴ്ചവെച്ച് ഈ ഭൂമിയിൽ നിന്ന് തിരശ്ശീലയ്ക്ക് അപ്പുറം മറഞ്ഞു പോയെങ്കിൽ എത്രയോ ധന്യം. അങ്ങനെയുള്ള ഭക്തന്മാരെ നമുക്ക് ഓർക്കാം, അവർ ജീവിച്ച മാതൃകയെ ഓർക്കാം, അവരുടെ കാൽച്ചുവടുകൾ പിന്തുടരാം. പുതിയ തലമുറയും പുതിയ ആശയങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയതിനെ നാം മറക്കാതിരിക്കുക, അതിലേക്ക് മടങ്ങിപ്പോകുവാൻ കർത്താവ് നമുക്ക് ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എനിക്ക് ഇങ്ങനൊരു സമയം ലഭ്യമാക്കി തന്ന പ്രിയപ്പെട്ടവരോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്തും നമുക്ക് പ്രകാരം വീണ്ടും ഇങ്ങനെ കടന്നു വന്ന് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം അനുവദിച്ച കൃപയോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരണമെങ്കിൽ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രിയ സഹോദരൻ നമ്മെ ഓർപ്പിച്ചത്. നാം നമ്മുടെ യഹോവയെ അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച് നടക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ന് മാത്രമല്ല, ക്രിസ്തുവിൽ നാം സന്തോഷിക്കണം, അവൻ്റെ ന്യായപ്രമാണത്തിൽ നാം സന്തോഷിക്കണം എന്നുള്ളതും ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നാം ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കണം. ക്രിസ്തുവിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശ്രദ്ധ എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി നാം ആ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ട വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വരുന്ന ആളുകളിൽ അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് അധികമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ സന്ദേശം നമുക്ക് നമ്മോട് പങ്കുവച്ച പ്രിയ കർത്താസൻ ജയരാജ് ജി കെയോടുള്ള നന്ദിയെ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് പ്രിയ കർത്താസിനെ കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ വഹിക്കാം. താൻ UPL മധുരൈ എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ പ്രവർത്തിക്കുന്നത്. ആ സ്ഥലത്തുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ആളുകളിൽ അനേകം ആത്മാക്കൾ അവിടെ നിന്ന് ലഭിക്കേണ്ടതിനും അനേക സ്ഥലം സഭകൾ അവിടെ രൂപീകരിക്കപ്പെടേണ്ടതിനും നമുക്ക് പ്രതികാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതുപോലെ തന്നെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ഇന്ന് ആലപിച്ച പ്രിയ ജോൺ സി ബ്രദർ, അതുപോലെ നവീൻ ബ്രദർ എന്നിവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരുന്ന ആളുകളിലും ദൈവനാമ മഹത്വത്തിനായിട്ട് അനേക ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും എടുത്തുപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും പേർക്ക് കടന്നു വരുവാനായിട്ട് ദൈവം സഹായിച്ചു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുള്ള നന്ദിയെ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. വരുന്ന ആളുകളിൽ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുകയും കടന്നു വന്ന് സഹകരിക്കുകയും ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താസൻ വർഗീസ് ജോൺ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച്
ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്ത് TBF-ൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്നു വരുന്ന ഈ ബൈബിൾ സ്റ്റഡി മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങൾ കൂടി വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയതിനാൽ സ്തോത്രം. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുവാൻ അവിടുത്തെ ദാസന്മാർക്ക് അവസരം കൊടുത്തു. അത് കേട്ട് ഞങ്ങൾ സന്തോഷിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് കർത്താവെ, അങ്ങയുടെ ദാസനിൽ നിന്ന് വിലപ്പെട്ട സാക്ഷ്യവും അതുപോലെ ദൈവവചനത്തിലെ ആലോചനയും കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജയരാജനെയും കുടുംബത്തെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങേ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനും തുടർന്ന് കർത്താവെ ഞങ്ങളുടെ വചനം പഠിക്കുന്നതിന് വേണ്ടി വിവിധ ബൈബിൾ കോളേജുകളിൽ പോകുവാനും ആ പഠനത്തിന് ശേഷം വചനം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് കേരളത്തിൽ തന്നെ കഴിയുവാനും അങ്ങടിയാക്കി. എന്നാൽ കർത്താവെ, ചില വർഷങ്ങൾക്ക് മുമ്പ് വടക്കേന്ത്യയിലേക്ക് പോകുവാനുള്ള അങ്ങയുടെ വിളി, ആ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഉത്തർപ്രദേശിലെ മധുരയിലേക്ക് കടന്നുപോയി. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് അവിടെ ആയിരിക്കുന്നു. കർത്താവെ, തനിക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കൃപയ്ക്കായിട്ടും സ്തോത്രം. ആ പ്രദേശത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. വളരെ കഠിനമായ ഒരു വേലസ്ഥലമാണ്, ആളുകളും കഠിന ഹൃദയരാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അവിടെ വിശ്വസ്തയോടെ നിൽപ്പാൻ തക്കോണം പ്രിയപ്പെട്ടവനെ കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. ജയരാജനെയും ദീപ്തിയെയും ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിലും അങ്ങയുടെ ഹിതപ്രകാരം അവിടെ പ്രവർത്തിപ്പാനും ചില ആത്മാക്കളെങ്കിലും കർത്താവെ അങ്ങയുടെ രാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാനും അങ്ങ് സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. മറ്റ് സുവിശേഷന്മാരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ വിലയേറിയ വചനത്തിൽ ഞങ്ങൾ കേൾക്കുകയായിരുന്നു. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമുള്ള ചില നിബന്ധനകൾ ഞങ്ങൾ കേട്ടു. കർത്താവെ, ഞങ്ങളെപ്പോഴും അങ്ങോട്ട് നന്ദിയുള്ളവരായിരിക്കണം. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഞങ്ങൾക്കുള്ള കൽപ്പനയാണ്. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും നന്ദി കെട്ടവരാണ്. അതുകൊണ്ടാണ് ദൈവത്തെ മറക്കരുത്, അവനെ എപ്പോഴും ഓർക്കണം എന്നുള്ള കൽപ്പന ആവർത്തിച്ച് അങ്ങയുടെ വചനത്തിൽ തരുന്നത്. കർത്താവ്, പഴയ നിയമ ഇസ്രായേലിനെ പോലെ ഞങ്ങൾ പലപ്പോഴും നന്ദി കെട്ടവരായി തീർന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ കുറവുകൾ ക്ഷമിക്കണം കർത്താവെ. ഞങ്ങളെപ്പോഴും അങ്ങയുടെ വിശ്വസ്തയുള്ളവരായി നന്ദിയുള്ളവരായി ജീവിക്കാൻ സഹായിച്ചാട്ടെ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ വായിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും നന്ദിയുടെ മനോഭാവവും ഞങ്ങൾ അധരം കൊണ്ടും സ്തോത്രം പറയുവാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും ഞങ്ങൾ കേട്ടു, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ സന്തോഷിക്കണം. അങ്ങയുടെ വചനം ഞങ്ങൾക്കൊരു രസകരമായ അനുഭവമാക്കി തീർക്കണം. അങ്ങയുടെ വചനത്തിൽ രസിക്കുന്നവരാക്കി ഞങ്ങൾ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിലുപരി അത് അനുസരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിലൊരു ലക്ഷ്യബോധമുള്ളവരാകണം. കർത്താവ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ഈ വിശ്വാസ ജീവിതം ഓടി പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രാധാന്യം കൊടുത്ത കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ, അങ്ങയുടെ ലക്ഷ്യം എന്തായിരുന്നു മനസ്സിലാക്കി ആ നിലയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ദാസന വചനം കൊടുത്തു, ഞങ്ങളത് സമൃദ്ധിയായി കേട്ട കാര്യങ്ങൾ മറക്കുന്നവരായിട്ടല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ച് വരുന്ന ദിവസങ്ങളിൽ അതിനനുസരിച്ച് ഞങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. TBF-ൻ്റെ ആത്മീയ ശുശ്രൂഷകളുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ചുമൽ കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് വീണ്ടും ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അങ്ങയുടെ സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. ഇനി ഞങ്ങൾ തമ്മിൽ കാണുന്നവരെ ഞങ്ങളുടെ കൃപയിൽ സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് മാത്രം ഇരിക്കട്ടെ. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, വിശേഷാൽ ഇന്ന് വചനം ശുശ്രൂഷിച്ച ഞങ്ങളുടെ ദാസനോടും കുടുംബത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.